അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് തന്നെ. ഇന്നലെ 3 ദിവസമായില്ല നിങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പൊതിയുന്നത്. അനങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? കടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ആലോചിക്കണ്ട നിങ്ങളൊക്കെ. കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അറിയിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെ കോടതി നാട്ടിലൊരു പ്രസ്ഥാനമല്ലേ, ഒരു ഇതില്ലേ, പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടമല്ലേ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ ഇതൊരു പ്രത്യേകത അത് ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. ഇത് അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയ്. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35(3) നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ ഇയാളെന്തായാലും പൊറുക്കിക്കൊണ്ടിരുന്നത്. ഇരുട്ടത്തെ റൂമിലാണല്ലേ അപ്പൊ കൂട്ടിയിട്ട് എന്താണ് പറഞ്ഞത്? ആ ന്യൂസിന് എന്താ അയാൾ പറഞ്ഞത്? നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടില്ലേ? അതിൽ വലിയ പ്രത്യേകിച്ച് വല്ല പറഞ്ഞ സംഭവമാണ്. അനുയായികൾ വലിയ തോതിൽ അവിടെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വാദിക്കുന്ന കാഴ്ച. പോകുന്ന വഴിക്ക് വാഹനം തടയുന്നു, വാഹനം തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു. ആ പോലീസ് നടപടിയെ ശക്തമായി തന്നെ തടയാനുള്ള ശ്രമം ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആസിഫ്, ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സൈബർ ഇടത്തും അല്ലാതെയും നിരവധി ഫാൻസ് അദ്ദേഹത്തിന് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഒരുക്കിയിരുന്നില്ലേ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നില്ലേ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, അതായത് വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചാനലുകളുടെയും 1-2 യൂണിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും 10, 30, 35 വരുന്ന മാധ്യമപ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ സ്റ്റേഷനിലുള്ള ഒരു 10-15 ആളുകൾ അവർ എല്ലായിടത്തും വരുന്നുണ്ടായിരുന്നു. കോടതിയുടെ വെളിയിലുണ്ടായിരുന്നു, ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ വെളിയിലുണ്ടായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലിലെ 2 തവണ പരിശോധനയ്ക്ക് വന്നപ്പോഴുണ്ടായിരുന്നു, ഇപ്പോൾ 3-ാം തവണ പരിശോധന വന്നപ്പോഴും അവരുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം ഈ പരിശോധന പൂർത്തിയാക്കി ഇറങ്ങാനുള്ള സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം, നേരത്തെ ഞാൻ കാണിച്ച വാതിൽ വഴി ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്താണ് ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടുമായി പെട്ടെന്ന് വെളിയിലേക്ക് എത്തുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 10-15 ആളുകൾ ഉടൻ തന്നെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാൻ ഉള്ള ശ്രമം, അത് വാതിലടച്ചുകൊണ്ട്, വാതിൽ തുറക്കാൻ സമ്മതിക്കാതെ അങ്ങനെ തടഞ്ഞു. എന്നാൽ പോലീസ് അവരെ തള്ളി മാറ്റിക്കൊണ്ട് പോലീസ് ബോബി ചെമ്മണ്ണൂരിന്റെ ഉള്ളിലേക്ക് കയറ്റി. ആ സമയത്താണ് ഇവർ വാഹനത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയും വാഹനത്തിന്റെ ബോണറ്റിലും മറ്റും ആഞ്ഞടിച്ചുകൊണ്ട് ശബ്ദമുണ്ടായിക്കൊണ്ട് നിലയുറപ്പിക്കുകയും ചെയ്തത്. ഇവർ പറയുന്നൊരു കാര്യം, ഈ ഡോക്ടർ റെഫർ ചെയ്യാൻ തയ്യാറായിരുന്നു, കാർഡിയോളജിസ്റ്റിനെ അടക്കം ഉള്ള പരിശോധനയ്ക്ക് നടത്താൻ തയ്യാറായിരുന്നു. പക്ഷേ പോലീസ് അത് മനഃപൂർവ്വം വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് നിലവിൽ ECG എടുത്തിട്ടുണ്ട്, അത് നോർമലാണ്, രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്, ഷുഗർ ലെവലും എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോർമലാണ് എന്നുള്ള കാര്യമാണ് പോലീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പോലീസ് ഏതായാലും പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ ഇപ്പോൾ കാക്കനാടിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പം മുമ്പ് ഓട്ടോയിലും മറ്റു വാഹനങ്ങളിലുമായി അവരും അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ. ഏതായാലും അവർ പറയുന്ന ഒരു കാര്യം, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു നോട്ടീസ് നൽകി വിളിച്ചാൽ ഹാജരാകുന്ന ആളെ ഇങ്ങനെയൊക്കെ പോലീസ് ചെയ്യുന്നു, കോടതിയുടെ നടപടി അടക്കം ശരിയായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ആ ഒരു സമയത്ത് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അവർ അതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് സ്വാഭാവികമായും 10-15 താഴെ പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ജില്ലാ ആശുപത്രിയാണ്, ഇവിടെ മറ്റു തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ കൂടിയിട്ടില്ല, അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നവർ കരുതുന്നില്ല. തൊട്ടടുത്ത്, അതായത് ഈ ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്ന വാതിലിനോട് ചേർന്ന് വാഹനം നിർത്തി ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. ആ സമയത്തുണ്ടാകുന്ന ചെറിയ ഒരു ബഹളം പോലും, സാധാരണഗതിയിലുണ്ടാകുന്ന ഏത് ബഹളവും അതിജീവിക്കാൻ കഴിയുക 15 പോലീസുകാർക്ക് കഴിയുമെന്നുള്ള ഒരു വിചാരമായിരുന്നു പോലീസിലുണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ പോലീസോ സംവിധാനങ്ങളോ കൊണ്ടുവന്ന് ആളുകളെ മുഴുവൻ മാറ്റിക്കൊണ്ടൊന്നും കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. മാത്രമല്ല അത്യാഹിത വിഭാഗമാണ്, നിരവധി രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അവിടെ പൂർണ്ണമായും ആളുകളെ ശൂന്യമാക്കിക്കൊണ്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇവർ ഇത്തരത്തിൽ പെട്ടെന്ന് ആക്ട് ചെയ്യുമെന്ന് പോലീസ് ഒരിക്കലും കരുതിയില്ല. അത് പോലീസിന് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു ഉണ്ടായത്.